Hello, hi, Subin Yoosuf here. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സാധാരണപ്പെട്ട യൂട്യൂബ് ചാനലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനമൊന്നും ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എങ്ങനെ നമുക്ക് അതിൽ നിന്ന് സാധാരണ കണ്ടന്റുകൾ വെച്ച്, അല്ലെങ്കിൽ ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്ത കണ്ടന്റ് വെച്ച് നമുക്ക് എങ്ങനെ ഒരു വരുമാനം നേടാൻ സാധിക്കും? അങ്ങനെ ഒരു ഒബ്ജക്റ്റീവാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കണ്ടന്റുകളും കണ്ടന്റ് ഐഡിയാസും നമുക്ക് എങ്ങനെ അത് ഒരു മണി മേക്കിംഗ് മെഷീനായി, നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരു മണി മേക്കിംഗ് മെഷീനായി മാറ്റാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺ വിത്ത് ദ വീഡിയോ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയൊരു വ്യൂവറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വ്യൂവേഴ്സ് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഡോണ്ട് മിസ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോയും അതിൻ്റെ വീഡിയോയുടെയും ക്വാളിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ മൈക്രോ കണ്ടന്റുകൾ, അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് മൈക്രോ കണ്ടന്റുകൾ എന്ന്. അതായത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ തന്നെ കുറച്ചുകൂടെ മൈക്രോ ആയിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ എന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പല ടൂൾസുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കാറുണ്ട്. അതായത് അഡോബ് പ്രീമിയർ ഉണ്ടാവും, FCP ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ ഫിലിമോറ പോലെയുള്ള സാധാരണപ്പെട്ട ആളുകൾക്കുള്ള ടൂളുകളുണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടൂളിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുക. അപ്പോൾ അത് മൈക്രോ ആയി, ഒരു വൈഡ് സബ്ജക്റ്റ് അല്ല. ഇനി അതുപോലെ ഇനിയിപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പം കേക്ക്സിനെ പറ്റി ഉള്ള വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത്. കൂടുതലും കേക്കുകളെ പറ്റി മാത്രമാണ് നിങ്ങളുടെ ചാനലിൽ അപ്ഡേറ്റുകൾ വരാൻ പോകുന്നത്. അതാണ് മൈക്രോ കണ്ടന്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കുക്കിംഗ് സബ്ജക്റ്റിൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നു. ബ്യൂട്ടിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കുക്കിങ്ങിലാണെങ്കിലും, ഇനി അതല്ല വ്ളോഗ് ആണെന്നുണ്ടെങ്കിലും, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വ്ളോഗിങ്ങിൽ തന്നെ പലതരം കാര്യങ്ങളുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനെയാണ് മൈക്രോ കണ്ടന്റുകൾ. ഇതിനൊരു സ്പെസിഫിക് വ്യൂവേഴ്സ് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആ ഒരു കാറ്റഗറിയിൽ എപ്പോഴും മുകളിലുണ്ടാവും. പെട്ടെന്ന് അത് കയറി വരാനുള്ള ചാൻസും ഉണ്ട്. മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ മൈക്രോ കണ്ടന്റുകൾ ചെയ്യുന്ന വ്യൂവേഴ്സിനെ അന്വേഷിച്ചാണ് ഇപ്പോൾ ബ്രാൻഡുകൾ നടക്കുന്നത്. അതായത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള യൂട്യൂബ് ചാനലുള്ളവരെയാണ് ഇപ്പോൾ ബ്രാൻഡുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് വ്യൂവേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബർ ഉള്ളവരെക്കാട്ടിലും അവർക്ക് ആവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി. പക്ഷേ അവരുടെ സബ്ജക്റ്റ് സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡുകൾ അവരെ സമീപിക്കുക, അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്യും. സോ നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാൻ മൈക്രോ കണ്ടന്റ്സ്. നമ്മുടെ സെക്കൻഡ് പോയിന്റ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് നമുക്ക് ട്യൂട്ടോറിയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ട്യൂട്ടോറിയലുകൾ, പല രീതിയിലുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്, പല സബ്ജക്റ്റുകളെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോകൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് വ്യൂവേഴ്സ് വരത്തില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഫോക്കസ് ചെയ്യാറുണ്ട്. ട്യൂട്ടോറിയൽസ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അതിന് ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷേ വരുന്ന വ്യൂവേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, എൻ്റെ സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ ഒരു കോച്ചിങ് സിസ്റ്റമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും ഒരു ട്രെയിനറോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു ടീച്ചർ ആവണമെന്നില്ല. നിങ്ങൾക്കൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നല്ല കേക്ക് ഉണ്ടാക്കാനായിട്ട് അറിയാം. ഒരു കുക്കിംഗ് ചാനൽ ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് പറ്റുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ നൽകുന്ന ക്ലാസ്സുകളുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിൽ ചിലപ്പോൾ 100 പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിൽ നിന്ന് ചിലപ്പോൾ 3-4 പേര് നിങ്ങളുടെ കോഴ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ നമുക്ക് മറ്റൊരു വരുമാന മാർഗത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വിഷയത്തിനെ പറ്റിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തു തുടങ്ങാം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചും. യൂട്യൂബ് വരുമാനത്തിനെക്കാട്ടിലും കൂടുതലും നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് നമ്മളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കോച്ചിങ് കരിയറും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പുതിയ പ്രോഡക്റ്റുകൾ ഇറങ്ങുമ്പോൾ മാത്രമാണ്
പല വീഡിയോകളും ഇടുന്നത്. എന്നാൽ അതിന് പകരം നിങ്ങൾ കുറച്ചുകൂടെ ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്ന ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയർസും ഇൻഡസ്ട്രിയിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതായത് സാധാരണ ഒരാൾക്ക് ഉപയോഗിക്കേണ്ട, അയാളുടെ ഡെയിലി ഉള്ള ലൈഫിൽ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതെ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിനെ പറ്റി പല ആളുകൾക്കും അറിയത്തില്ല, ഏതാണ് നല്ല പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും അതിനുള്ള അപ്ഡേറ്റുകളും ഒക്കെ കൊടുത്തു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൈക്രോ കണ്ടന്റ് ആയിരിക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞ മൈക്രോ കണ്ടന്റ് ആയിരിക്കാം. പക്ഷേ ഈ മൈക്രോ കണ്ടന്റിൽ നിങ്ങൾ പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ആളുകൾക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അത് മേ ബി പുറത്തുള്ളവരായിരിക്കാം, ഇന്ത്യൻ കമ്പനികളായിരിക്കാം, അവർ നിങ്ങൾക്ക് പ്രൊമോഷൻസിന് വേണ്ടി നിങ്ങൾക്ക് മെയിൽ അയക്കും. കാരണം നിങ്ങളൊരു മൈക്രോ കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രോഡക്റ്റ് ആപ്സ്, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനും നിങ്ങളുടെ ഓഡിയൻസ് അവർ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുവഴി നിങ്ങൾക്കൊരു വരുമാനം. അപ്പം നമ്മൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്സാപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു കാര്യം ചെയ്തു. അപ്പം വാട്സാപ്പിൽ നമുക്ക് എങ്ങനെ 100 പേർക്ക് ഒരുമിച്ച് മെസ്സേജ് ഇതൊക്കെ ഒരു കണ്ടന്റാണ്. പക്ഷെ അതൊരു ബ്രാൻഡ് നിങ്ങളെ സമീപിക്കാനുള്ളൊരു കണ്ടന്റ് അല്ല. അത് മനസ്സിലാക്കുക. ഒരു ബ്രാൻഡ് നിങ്ങളെ സമീപിക്കാനുള്ളൊരു കണ്ടന്റ് അല്ല. നിങ്ങളൊരു ബ്രാൻഡ് സമീപിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് ക്രിയേഷനെ പറ്റി ഉള്ള 2-3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ എന്നെ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ കമ്പനി സമീപിച്ചിരുന്നു. അതുപോലെ തന്നെ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ എന്നെ സമീപിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ്? എൻ്റെ വീഡിയോകൾക്ക് ഒരുപാട് വ്യൂസ് ഉള്ളത് കൊണ്ടാണോ? അല്ല, അതുകൊണ്ടല്ല. നമ്മളെ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആളുകൾ, നമ്മളുടെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ അല്ലെ, അവർ മൈക്രോ കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമ്മളെ ഫോക്കസ് ചെയ്തതാണ്. അപ്പം ഞാൻ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അതുപോലെയുള്ള സോഫ്റ്റ്വെയർസും ആപ്സും, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ കിട്ടും. അതിന് ഞാൻ എവിടെ പോകും, ആരെന്നോട് പറഞ്ഞു തരുമെന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ്, അല്ലെങ്കിൽ ബെസ്റ്റ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസും അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബെസ്റ്റ് ടൈം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ്, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റ്വെയർസും ആപ്ലിക്കേഷൻസും ഒക്കെ കിട്ടും. അതിനെപ്പറ്റിയുള്ള ബ്ലോഗുകൾ വായിച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടന്റ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത 4ാമത്തെ പോയിന്റിലേക്ക് പോവാം. യൂട്യൂബ് ചാനലിലെ വരുമാനത്തിനെക്കാട്ടിലും വളരെ വലുതാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ വരുമാനം. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്നറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഞാൻ സിമ്പിളായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മളുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഇപ്പോൾ 100 പേരോ 200 പേരോ 300 പേരോ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കാണുന്ന ആളുകൾ നമ്മൾ മുഖേന മറ്റേതെങ്കിലും ഒരു പ്രോഡക്റ്റിലേക്ക്, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർസിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സർവീസിലേക്ക് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും അതൊരു സ്പാം ആവരുത്. അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തംബ്നെയിലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ക്യാൻവ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാ യൂട്യൂബേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഫ്രീ ആയിട്ട് അതിൻ്റെ ട്രയൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും 1 മാസത്തേക്ക്. അത്രയും സവിശേഷതകളുണ്ട്. അപ്പോൾ ഇത് ഒരു അഫിലിയേറ്റ് ലിങ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു അഫിലിയേറ്റ് ലിങ്ക് ആണ്. അതിനോടൊപ്പം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള അഫിലിയേറ്റ് ലിങ്കുകൾ നിങ്ങളുടെ വീഡിയോകളുടെ ഒപ്പം ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ ആരെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ വരുമാനം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിനെ മണി മേക്കിംഗ് മെഷീൻ ആക്കി മാറ്റാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റുകളിൽ ഇതുപോലെയുള്ള അഫിലിയേറ്റ് പ്രോഡക്റ്റുകളും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇനി അഫിലിയേറ്റ് കമ്പനികൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്യാം. നമുക്കിതുപോലെ ഏറ്റവും ബെസ്റ്റ് ഫ്രീ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനി അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സൈനപ്പ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യണം. കാരണം നമുക്കൊരു ഇൻഫ്ലുവൻസിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ നമ്മളുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റിക്വസ്റ്റ് അല്ലെങ്കിൽ അഫിലിയേറ്റ് ആവാനുള്ള റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചിലപ്പം ചില കമ്പനികൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക്
അഫിലിയേറ്റിൻ്റെ അപ്രൂവൽ കിട്ടും. അങ്ങനെയുള്ള കമ്പനികൾ വെച്ച് നിങ്ങൾ ആദ്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒന്ന് ചെയ്തു നോക്കുക. അതിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ആമസോൺ ആണ്. ആമസോൺ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ ആമസോണിലുണ്ട്. ഇതിന് താഴെ ഞാൻ ആമസോണിൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്, ക്യാമറ, ഇതിൻ്റെയൊക്കെ കുറച്ച് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതും ആമസോൺ അഫിലിയേറ്റ് ലിങ്കുകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെത്തേഡ്സും കൂടെ നമ്മളുടെ വീഡിയോക്ക് ഒപ്പം നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമ്മുടെ യൂട്യൂബ് ചാനലിനെ മണി മേക്ക് മെഷീനാക്കി മാറ്റാനും സാധിക്കും. നമുക്കപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്, 5ാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്കൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രമായ ഒരു ഓഡിയൻസിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഫാൻ ബേസ് ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും പറയുന്നതിലായില്ല. ഞാൻ ആദ്യ കാലങ്ങളിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിനെ പറ്റി ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. യൂട്യൂബിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് ഒരുപാട് പേർക്ക് ഞാൻ അതുപോലെ ഒരു ഗ്രൂപ്പിലേക്ക് അവർ ആഡ് ആവുകയും അവരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെനിക്ക് ഒരുപാട് സമയവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് യാതൊരു ലാഭമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ സമയം നമ്മൾ മെനക്കെടുത്തി ഒരു ഫാൻ ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെയൊക്കെ ബിൽഡ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ആളുകളെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. അതിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്തതിനകത്തുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ബിൽഡ് ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പ് എനിക്ക് പിന്നീട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ടു നടക്കുന്നില്ല. എനിക്ക് ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പറ്റാത്തത്. എന്നാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ലൈവ് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഇതേപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ഇപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോച്ചിങ് കൊടുക്കുന്നവർ, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആളുകൾ തീർച്ചയായിട്ടും വരും. അവർ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കും. അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോകൾ പതിയെ ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് നിങ്ങളത് റൈസ് ചെയ്ത് വരികയും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ആളുകളിൽ നിന്നൊക്കെ നിങ്ങളുടെ മറ്റു പല കോച്ചിങ് ബിസിനസ്സുകളിലേക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയെ ഒരുപാട് അഫിലിയേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഇവർ തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ഓഡിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ നല്ലതാണ്. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന 100, 200, 300 ഓഡിയൻസ് ഉണ്ടെങ്കിൽ അത് മതിയാവും നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മണി മേക്കിംഗ് മെഷീനായി മാറ്റാൻ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ചാനൽ. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മളിന്നപ്പോൾ 5 പോയിന്റുകളാണ് പറഞ്ഞത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മൈക്രോ കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കോച്ചിങ് ബിസിനസ്, അല്ലെങ്കിൽ കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂട്ടോറിയൽസ് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണം. 3ാമത്തത് നമ്മൾ പ്രോഗ്രാം ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. 4ാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടൂൾസ് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. 5ാമത്തത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ആദ്യത്തെ കുറേ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴും ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്ക് അക്കാഡമി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം. അതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞങ്ങൾക്ക് ഒരു 1000-ലധികം സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടായി മാറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരാം. സ്റ്റേ ട്യൂൺ വിത്ത് ദ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.